സി ശ്രീകുമാരൻ കണ്ണാടി പഞ്ചായത്തിലുണ്ട്. ശ്രീത്ത്, കണ്ണാടിയുടെ രാഷ്ട്രീയ ഭാഗതകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുകൾ ഒക്കെ മാറ്റി നിർത്തിയാലും അവിടുത്തെ പോളിംഗ് ബൂത്തുകളിലെ കാഴ്ച എങ്ങനെയാണ്? പോളിംഗ് ശതമാനം കുറഞ്ഞേക്കും എന്ന LDF സ്ഥാനാർത്ഥിയുടെ ആശങ്ക അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ രാവിലെ? സരിൻ. ശ്രീ ശ്രീകുമാരൻ, സോറി. കണ്ണാടി പഞ്ചായത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതമൊന്നും അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. കണ്ണാടിക്ക് എന്നും ഒരു നിറമുണ്ട്, രാഷ്ട്രീയ നിറമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണ്ണാടി എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന A വിജയരാഘവനടക്കം ഭൂരിപക്ഷം നൽകാൻ ശേഷിയുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. 168 നമ്പർ ബൂത്തിലാണ്. കണ്ണാടി 1 ഭാഗം 2 എന്ന് പറഞ്ഞ പ്രദേശം, കണ്ണാടി കിഴക്ക് ഭാഗമാണിത്. ഇവിടെ രാവിലെ എന്തായാലും കുറച്ച് വോട്ടർമാർ എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് വോട്ട്, 900 വോട്ടുകൾ നിലവിലും ഒരു 100ഓളം വോട്ടുകൾ കൂട്ടിച്ചേർത്ത്, അതായത് 1100 അധികം മാത്രം വോട്ടുകളുള്ള ഒരു മേഖലയാണ്. എന്തായാലും രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനായി നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ നീണ്ട ഒരു നിരയൊന്നും നമ്മൾ ഒരു ബൂത്തിന് മുൻപിലും കാണുന്നില്ല. കാരണം സമയമാവുന്നതേ ഉള്ളൂ. കണ്ണാടിയുടെ രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ കണ്ണാടിയുടെ ഒരു പൊതുബോധവും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ ആൾക്കോട്ട് എത്തിച്ചേരും. എന്നിട്ട് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയല്ലേ? വെയിലാകുമ്പോഴേക്ക് കൃത്യമായിട്ട് നല്ല ചൂടുണ്ടല്ലേ? പിന്നെ സാധാരണ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ 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 7 മണിയാകുമ്പോഴേക്ക് എന്തായാലും കുറച്ച് പേര് വന്ന് നിൽക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പതിവ്. വളരെ കുറച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ ചൂടാകുമല്ലേ? അത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കാവും. പിന്നെ അതാണ്. എന്തായാലും നല്ലൊരു ഒട്ടൊക്കെ ചെയ്യാം. എന്തായാലും വലിയ ആവേശത്തോടുകൂടി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ കണ്ണാടിയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു 11 മണിയോടുകൂടിയൊക്കെയാണ് അതിന്റെ ഒരു ഓണായി വരികയുള്ളൂ. ഒരു കവറിൽ എന്തൊക്കെ മേടിച്ച് ഒരു ബൈക്കിൽ പോവാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ ഓരോരോ ബൂത്തുകളിലേക്ക് പോവുകയാണ്. എല്ലാ പരമാവധി ബൂത്തുകളിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ ദിവസം അത്രയും ഓട്ടമാണ്. നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തവരെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികൾ ഓട്ടമാണ്. ഒറ്റ സ്ഥലത്ത് നിൽക്കാതെ രാവകലില്ലാത്ത ഓട്ടമാണ്. എല്ലാ ബൂത്തുകളിലേക്കും എത്തിച്ചേരണം എന്നുള്ളതാണ് ഇന്നത്തെ ആഗ്രഹം എന്നുള്ളത് പറയുന്നു.